സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. കൊരിന്ത്യർക്ക് എഴുതിയതായ ഒന്നാമത്തെ ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. വിശ്വാസികൾക്ക് ഒരു ഭാഷയുണ്ട്. ദൈവത്തിൻ്റെ മനസ്സിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ പ്രവർത്തന രീതികൾ മനസ്സിലാക്കി ദൈവഹിതപ്രകാരം അവർ ജീവിക്കും. എന്നാൽ ലോകത്തിൻ്റെ പോക്ക് മറ്റൊരു രീതിയിലാണ്. ദൈവമക്കളുടെ ജീവിതം മറ്റൊരു രീതിയിലാണ്. ലോകജനം പുറമേയുള്ളത് കണ്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ദൈവമക്കൾ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. ലോകത്തിൻ്റെ മക്കൾക്ക് ലോകത്തിലെ വലിയ വലിയ കാര്യങ്ങൾ, ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾ, ലോകത്തിൻ്റെ പദവി, ലോകത്തിൻ്റെ ഉന്നത അധികാരങ്ങൾ ഇവയൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവരാജ്യം, ദൈവത്തിലുള്ള ആശ്രയം, ദൈവരാജ്യത്തിൽ ഉന്നതരായി തീരുക, ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് ആശിക്കുന്നതാണ് അവർക്ക് പ്രധാനം. ഇവിടെ ആയിരിക്കുന്ന നാം വിശ്വാസികളാണോ അവിശ്വാസികളാണോ? വിശ്വാസത്തിൽ ആ എന്ന അക്ഷരമില്ല. അവിശ്വാസത്തിൽ ആയുമുണ്ട്, വിശ്വാസവുമുണ്ട്. ശരിയല്ലേ? ആ ബ്രാക്കറ്റിൽ വെച്ചിട്ട് വായിക്കുമ്പോൾ ആ വിശ്വാസമെന്ന് വായിക്കാൻ കഴിയും. വിശ്വാസി എന്ന് ചോദിച്ചാൽ വിശ്വാസിയാണ്. എന്നാൽ അനേകം ആളുകൾക്ക് ആവശ്യമുള്ള സമയത്ത് അവർ വിശ്വാസം കാണിക്കും, അല്ലാത്ത സമയത്തവർ അവിശ്വാസികളാണ്. 10ാം ക്ലാസ് പാസ്സാകുന്നതിന് വേണ്ടി പാസ്റ്ററെ അങ്ങ് പ്രാർത്ഥിക്കണം, എന്നാൽ ഫെയിലായിപ്പോയി. അപ്പോഴെന്ത് പറയും? പറയുക, എന്ത് പറയും? പ്രാർത്ഥന ചെയ്തിട്ടും ഞാൻ തോറ്റുപോയി, അതുകൊണ്ട് ദൈവമില്ല. പാസ്സായെന്ന് വിചാരിക്കുക, അയ്യോ ദൈവമുണ്ട്. അതായത് നീ ചിന്തിച്ചതുപോലെ നടക്കുകയാണെങ്കിൽ വിശ്വാസവും, നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിശ്വാസവും. അതുപോലെ നടക്കുന്നില്ല എങ്കിൽ ദൈവത്തോട് നിനക്ക് വിശ്വാസമില്ല. ഈ ഒരു രീതിയിലാണ് നാം പോകുന്നത്. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്ന സമയത്ത് പഠിപ്പിച്ചതായ വചനത്തിന്റെ സാരാംശം എന്താണെന്ന് വെച്ചാൽ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമുക്ക് വിശ്വാസം ആവശ്യമാണ്. വിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു വിശ്വാസം. കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നതെല്ലാം, പ്രത്യക്ഷത്തിൽ കാണുവാൻ കഴിയുന്നത് അനിത്യവും ബാക്കിയുള്ളതെല്ലാം നിത്യവുമാണ്. കൺമുൻപിൽ കാണുവാൻ കഴിയുന്ന ഭൂമിയും ആകാശവും പൂക്കളും വസ്തുക്കളും മനുഷ്യരും ഇവയെല്ലാം തന്നെ, ലോകത്തിൽ നാം കാണുന്ന എല്ലാം തന്നെ ഒരു ദിവസം നശിച്ചു പോകാൻ പോകുന്നതാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ലോകമുണ്ട്. ഏത് ലോകമാണത്? സ്വർലോകം. എന്തുകൊണ്ട് മനുഷ്യരിത് വിശ്വസിക്കുന്നില്ല? സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ആരാണ് കണ്ടിട്ട് വന്നതെന്ന് ഒരാൾ ചോദിച്ചു. സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആരാണ് അവിടെ പോയിട്ട് വന്നതെന്ന് പറയുകയാണ്. ഒരുപക്ഷെ ആരെയെങ്കിലും നോക്കിയിട്ട് വരാൻ അയക്കുകയാണെങ്കിൽ, എന്നെ നിങ്ങൾ അയക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുമെന്നാണോ വിചാരിക്കുന്നത്? പിന്നെന്തിനാണ് ഭൂമിയിലേക്ക് വരുന്നത്? ആ കർത്താവിൻ്റെ സന്നിധിയിൽ, ആ സ്വർണ്ണ തെരുവീതിയിൽ വിശപ്പും ദാഹവുമില്ലാത്തതായ, എപ്പോഴും സന്തോഷമുള്ളതായ, സുഖസുന്ദരമായ കർത്താവിൻ്റെ സാന്നിധ്യത്തെ വിട്ടിട്ട് ഈ ലോകത്തിൽ കടന്നു വന്നിട്ട് ഈ വണ്ടിക്ക് വേണ്ടിയോ ബിൽഡിങ്ങുകൾക്ക് വേണ്ടിയോ അതോ മീറ്റിങ്ങുകളിൽ ഒരുപാട് പേർ കൂടുമെന്ന് പറഞ്ഞുകൊണ്ടോ പിന്നെ ഇങ്ങോട്ട് വരുവാൻ വേണ്ടി ആർക്കെങ്കിലും തോന്നുമോ? സ്വർഗത്തിൽ പോയാൽ പിന്നെ അവിടെയുള്ളവർക്ക് ഇവിടേക്കും, ഇവിടെയുള്ള ആളുകൾക്ക് അങ്ങോട്ടും പോകുവാനുള്ളതായ സാവകാശം ഇല്ല. എന്നാൽ മരിച്ചുപോയ ഒരു വ്യക്തി നിന്റെ അരികിൽ തിരികെ വന്നിട്ട് ഞാൻ സ്വർഗത്തിൽ പോയിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ നീ എന്താണ് ചെയ്യുന്നത്? പറയുക, അയ്യോ പ്രേതം വന്നേ എന്ന് പറഞ്ഞിട്ട് നീ ഓടിപ്പോകും. അപ്പോഴും വിശ്വസിക്കില്ല. ആ ധനവാൻ നരകത്തിൽ കിടന്ന് കരയുകയാണ്, യജമാനനേ എനിക്ക് 5 സഹോദരന്മാരുണ്ട്.
അവരും എന്നെപ്പോലെ ഇവിടെ വന്ന് നശിച്ചു പോകാതിരിക്കുവാൻ ദയവ് ചെയ്ത് ലാസറിനെ വിട്ടിട്ട് അവിടെ ലാസർ സ്വർഗത്തിൽ പോയിട്ട് വന്നിരിക്കുന്നു എന്ന് അവരോട് അരുളി ചെയ്യിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോഴെന്താണ് പറഞ്ഞത്? അവരോട് സംസാരിക്കാൻ മോശയും പ്രവാചകന്മാരും ഉണ്ട്. അവർ സംസാരിക്കുമ്പോൾ അത് വിശ്വസിക്കണം. ദൈവവചനം പറയുന്നു, വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാണ്. യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക. എപ്പോഴും കർത്താവിൽ വിശ്വസിക്കുന്നതായ ഒരു വ്യക്തിയുടെ ജീവിതം അത് വ്യത്യസ്തമായിരിക്കും. അതൊരു ത്രില്ലിംഗ് ഉള്ളതായിരിക്കും. എന്താണ്? ഒരു പ്രത്യേകമായ സന്തോഷം ഉള്ളതായിരിക്കും, ഒരു പ്രത്യേകമായ ഉത്സാഹമുള്ളതായിരിക്കും, തൃപ്തിയുള്ളതായിരിക്കും. ക്രിസ്തീയ ജീവിതം വളരെ സന്തോഷകരമാണ്, ഉത്സാഹം നിറഞ്ഞതാണ്. എന്നാൽ ചില ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്? ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് അത് മ്ലാനതയോടെ ദുഃഖത്തോടെ ഇരിക്കുന്നതായ ഒരവസ്ഥയാണെന്നാണ്. അങ്ങനെയല്ല. മ്ലാനതയോടെ ഇരിക്കുകയാണെങ്കിൽ ചോദിക്കുമ്പോൾ എന്താണ് അങ്ങനെ ഇരിക്കുന്നത്? പ്രാർത്ഥിക്കുകയാണ്. എന്താണ് വളരെ ദുഃഖിച്ചിരിക്കുന്നത്? ഞാൻ ഉപവാസത്തിലാണ്. കർത്താവ് പറയുവാനിടയെ, നിങ്ങൾ ഉപവസിക്കുന്ന സമയത്ത് തലയിൽ എണ്ണ തേച്ച് കുളിച്ച് മറ്റുള്ള ആളുകളെപ്പോലെ ദുഃഖമുഖമായിട്ടിരിക്കാതെ നിങ്ങൾ ഉത്സാഹത്തോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിക്കുമെന്ന്. ഇന്നുള്ള പല വ്യക്തികൾക്കും ക്രിസ്തീയ ഭക്തി എന്നത് എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല. വിശ്വാസമാണത്. കർത്താവിൽ വിശ്വസിക്കുന്നതായ വ്യക്തികൾ നാളെക്കുറിച്ച് ഭാരപ്പെടുകയില്ല, എല്ലാത്തിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല, എല്ലാത്തിനെക്കുറിച്ച് ഭയപ്പെടില്ല, നാളെക്കുറിച്ച് വേദനിക്കില്ല. ഇന്നത്തെ മനുഷ്യരെ നോക്കുക, അവർ വേഗത്തിൽ തളർന്നു പോവുകയാണ്. വെറുതെ ഒന്ന് തൊട്ടാൽ മതി, അപ്പോൾ തന്നെ അവർ തളർന്നു പോകുന്നവരാകുന്നു. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരെ വഴക്ക് പറഞ്ഞാൽ, അയ്യോ അവരെ വഴക്ക് പറയാൻ പാടില്ല, കൊച്ചുകുട്ടികൾ പോലും ഒന്ന് തൊട്ടാൽ എന്നും പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ വഴക്ക് പറയാൻ കഴിയില്ല, ടീച്ചറിന് കുട്ടികളെ സ്കൂളിൽ അടിക്കുവാൻ കഴിയുകയില്ല. കുഞ്ഞുങ്ങൾ വളരെ സെൻസിറ്റീവായിട്ട് മാറുന്നു. ഭാര്യയും ഭർത്താവും വളരെ സെൻസിറ്റീവായിട്ട് മാറുകയാണെന്ന്. പെട്ടെന്ന് അവർക്ക് ദുഃഖമുണ്ടാകുന്നു, പെട്ടെന്ന് വേദനയുണ്ടാകുന്നു, പെട്ടെന്ന് ഭാരമുണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? അവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു തരത്തിലുള്ളതായ ഭയമാണ് മനുഷ്യ കുലത്തെ ഇന്ന് പീഡിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്കാണ് ഭയവും ഭീതിയും വെപ്രാളവും വേദനയും. യേശുക്രിസ്തു പറയുവാനിടയായി, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. വിശ്വാസം. നിങ്ങളെപ്പോഴെങ്കിലും എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം വായിച്ചിട്ടുണ്ടോ? ഇപ്പോൾ എടുക്കേണ്ട, വായിച്ചോ എന്ന് ഞാൻ ചോദിച്ചതാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയുക, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? എന്താണ് അതിൽ കാണുന്നത്? വിശ്വാസ വീരന്മാരുടെ പട്ടിക കാണാം. അബ്രഹാം തന്റെ വിശ്വാസത്താൽ, മോശ വിശ്വാസത്താൽ, യോസെഫ് വിശ്വാസത്താൽ, യാക്കോബ് വിശ്വാസത്താൽ, അങ്ങനെ പറഞ്ഞുകൊണ്ട് അനേകം വിശ്വാസ വീരന്മാരുടെ പട്ടിക നമുക്ക് കാണുവാൻ കഴിയും. വിശ്വാസത്തിൽ കൂടി അവരെന്താണ് നേടിയെടുത്തത് എന്നത് ആ അധ്യായത്തിൽ കാണുവാൻ കഴിയും. ശരി, നമുക്ക് ഒരു നിമിഷം അതൊന്ന് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 32 മുതൽ വായിക്കുകയാണ്. ഇനി എന്തു പറയേണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഹിഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്കു തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധങ്ങളിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. എത്രയോ വൻകാര്യങ്ങളാണ് അവർ ചെയ്തത്. സിംഹങ്ങളുടെ വായ അടച്ചു, രാജ്യങ്ങളുടെ മേൽ ജയം നേടി, വാഗ്ദത്തം പ്രാപിച്ചു, വാളിന്റെ വായ്ത്തലയ്ക്ക് അവർ തെറ്റി, വിശ്വാസത്തോടെ ജയം നേടി, വിശ്വാസത്തോടെ വൻകാര്യങ്ങൾ നേടിയതായിട്ട് കാണുവാൻ കഴിയും. വിശ്വാസമാണ് വലിയ ജയം. എന്നാൽ ഈ ദിവസം എൻ്റെ പ്രസംഗ വിഷയം ഒരുപക്ഷെ നിങ്ങൾക്കത്ര ആകർഷണീയമായിട്ട് തോന്നുകയില്ല. എന്നാൽ ദൈവം അത് നിങ്ങളോട് പറയുവാൻ വേണ്ടി പറയുകയാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ പറയേണ്ട സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറഞ്ഞു. എന്താണ് വിശ്വാസമെന്ന് വെച്ചാൽ? യജമാനന്മാരെ, രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറയുവാൻ കഴിയുന്നതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ രോഗം മാറും. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്.
വിശ്വാസത്തോടുകൂടി നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നീ കരം വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ രോഗം മാറും. അത് ശരിയാണ്, തീർച്ചയായിട്ടും സൗഖ്യം പ്രാപിക്കും. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം നൽകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് മതിയാകുന്നില്ല. അത് സത്യമാണ്, എന്നാൽ അതുകൊണ്ട് മതിയാകുന്നില്ല. അത് വിശ്വാസത്തിന്റെ ആദ്യ പടി മാത്രമാണ്. ദൈവം നീ വിശ്വാസത്തോടെ ചോദിക്കുന്നെല്ലാം നൽകുന്ന സമയത്ത്, നീ വിശ്വാസത്തോടെ ചോദിക്കുന്നത് പ്രാപിക്കുന്ന സമയം, നീ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചു എന്ന് പറയുവാൻ കഴിയുന്നത് ഒരു ലെവലാണത്, ഒരു സമയമാണത്. എന്നാൽ നാം അതിനേക്കാൾ വളർന്ന വ്യക്തികൾ ആയിരിക്കണം. അതിൽ കവിഞ്ഞ ഒരു ആത്മീയ വളർച്ച ഉണ്ടാകണം. അടുത്ത വാക്യം നോക്കുക, എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 35 വാക്യം ശ്രദ്ധിക്കുക. എന്താണ് പറയുന്നത്? സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവു ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറു ഏറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു. വിശ്വാസത്താൽ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടുവെന്ന്. അതായത് ഒരു വാൾ കൊണ്ട് നമ്മെ അറുക്കുവാൻ ആരെങ്കിലും വരുമ്പോൾ നാം അവിടെ വിശ്വാസത്താൽ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് അങ്ങനെയുള്ളതായ വിശ്വാസത്തെക്കുറിച്ച് ഇന്ന് ആരും തന്നെ ഉപദേശിക്കുന്നില്ല. നമുക്ക് കഷ്ടത ഉണ്ടാകാതിരിക്കുന്ന സമയത്ത്, ചോദിക്കുന്നത് ലഭിക്കുന്ന സമയത്ത് നമുക്ക് കർത്താവിൽ വിശ്വസിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ കല്ലേറേൽക്കുവാൻ, കൊല്ലപ്പെടുവാൻ, ഉപദ്രവിക്കപ്പെടുവാൻ, ഈർച്ചവാളാൽ അറുക്കപ്പെടുവാൻ എന്താണ് വേണ്ടത്? വിശ്വാസം വേണം. ഇപ്പോൾ പറയുകയാണ്, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും നാളെ വൈകുന്നേരം ഈ ഗ്രൗണ്ടിൽ വരുന്ന സമയത്ത് 10 ചാട്ടവാർ അടിയാണ്. നിങ്ങൾ മീറ്റിങ്ങിന് പോകണമെങ്കിൽ, യേശുവിനെ ആരാധിക്കണമെങ്കിൽ ആദ്യം 10 ചാട്ടവാർ അടി ഏറ്റിട്ട് വേണം പോയി ആരാധിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചാട്ടവാറുമായിട്ട് ഞാൻ തന്നെ അവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. എത്ര പേർ ധൈര്യത്തോടെ അകത്തേക്ക് വരും? കസേരയുടെ പോലും ആവശ്യമില്ല, 10 കസേര മാത്രം ഇട്ടാൽ മതിയാകും അല്ലേ? എന്താണ് ഈ കാര്യം പറഞ്ഞിട്ട് പോലും എല്ലാവർക്കും ഭയമാണ്. കൈ ഉയർത്താൻ പോലും ഭയമാണ്, ആരെങ്കിലും നോട്ട് ചെയ്യുമോ എന്ന് വിചാരിച്ച്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വീണ് കിടന്നിട്ട് കരയണം എന്നാണ് പറയുന്നത്. ആണോ സഹോദരി? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിപ്പീൻ എന്നാണ് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് നമ്മിൽ പലർക്കും ആ വിശ്വാസമില്ലാത്തത്? കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നത് ഭാഗ്യമാണ്. കർത്താവിന് വേണ്ടി ബുദ്ധിമുട്ട് സഹിക്കുന്നത് ഭാഗ്യമാണ്. ക്രിസ്തു എനിക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടു, ഞാനും അവന് വേണ്ടി നിന്ദിക്കപ്പെടാനിടയാകുമെന്ന മനസ്സുണ്ടാകണം. ഏതു സമയത്തും വിശ്വാസമെന്ന് പറയുമ്പോൾ നീ ചോദിക്കുന്നതെല്ലാം ലഭിക്കുന്നതാണ് വിശ്വാസമെന്ന് വിചാരിക്കരുത്. നിനക്ക് ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുവാൻ വിശ്വാസം ആവശ്യമാണ്. കഷ്ടതയുടെ സമയത്ത്, പോരാട്ടത്തിന്റെ സമയത്ത്, നിന്ദിക്കപ്പെടുന്നതായിട്ടുള്ള സമയത്ത് ഇയ്യോബ് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കാനിടയായി. പിശാച് വന്ന് ചോദിച്ചു, അവൻ വെറുതെയാണോ നിന്നെ വിശ്വസിക്കുന്നത്? അവനെ നീ ആരോഗ്യം കൊടുത്തു, നല്ല സമ്പത്ത് കൊടുത്തു, സൗഭാഗ്യം കൊടുത്തു, മക്കളെ കൊടുത്തു, അതുകൊണ്ട് അവൻ നിന്നെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. എല്ലാം എടുത്തു മാറ്റൂ, അപ്പോൾ കാണാം എത്ര വിശ്വാസമുണ്ടെന്ന്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇയ്യോബ് നിന്നെ തള്ളിപ്പറയുവാനിടയാകും എന്ന് പിശാച് വെല്ലുവിളിച്ചു. യൂസ്ലെസ് ഫെല്ലോ. ആരാണ് യൂസ്ലെസ് ഫെല്ലോ? പിശാചാണ് യൂസ്ലെസ് ഫെല്ലോ. മനുഷ്യരെ ആരും നിങ്ങൾ അങ്ങനെ പറഞ്ഞ് വിളിക്കുവാൻ പാടില്ല. പ്രയോജനമില്ലാത്തവരെ പ്രയോജനമുള്ളവരാക്കാനാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ ഈ പിശാച് മാത്രം മനുഷ്യന് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. ആരോ ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ പിശാചിന് മാനസാന്തരം കൊടുക്കണമെന്ന്. അവനൊരിക്കലും മാനസാന്തരം വരികയില്ല. അവൻ ദുഷ്ടനാണ്. അവൻ അഗ്നി നരകത്തിനു വേണ്ടി ഒരുക്കപ്പെട്ടവനാണ്. അവന് ഒരിക്കലും മാനസാന്തരം ഉണ്ടാകാനിടയില്ല. നമുക്ക് മാനസാന്തരം ഉണ്ടായാൽ മാത്രം മതി. നാം അവന്റെ സ്വരൂപത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പിശാച് ഒരു ദൂതൻ മാത്രമായിരുന്നു. ദൈവം സൃഷ്ടിച്ചതായ ദൂതന്മാരിൽ ഒരാൾ മാത്രമാണ്. പിശാചിന് പവറില്ല. അവൻ എന്തെങ്കിലും ശക്തി കൊടുക്കുന്നത് ഞാനും നിങ്ങളുമാണ് കൊടുക്കുന്നത്. ഈ ഭൂമിയെ വാഴുന്നതിന് വേണ്ടി അക്കാലത്ത് ആദാമിനും ഹവ്വായ്ക്കും ദൈവം സൃഷ്ടിയെ മുഴുവൻ പരിപാലിക്കാനുള്ളതായ അധികാരം കൊടുത്തു. എന്നാൽ ആ അധികാരത്തെ കൊണ്ടുചെന്ന് പിശാചിന് അടിയറവ് വയ്ക്കുവാനിടയായി ആ കാലത്ത് ആദാമും ഹവ്വയും.
അതുകൊണ്ട് ഇന്ന് പിശാച് നാം കൊടുത്തതായ അധികാരം ഉപയോഗിച്ച് നമ്മുടെ മേൽ വാഴുകയാണ് ചെയ്യുന്നത്. അറിയാമോ, പിശാചിന് ഒരു അധികാരവുമില്ല. നാം കൊടുത്തതായ അധികാരത്തെയാണ് അവനിന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ആരോ പറയുവാനിടയായി, അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിന് പിശാചിനെ ചെന്ന് തകർത്തുകൂടെ? നടക്കില്ല. കാരണം കർത്താവ് ജ്ഞാനമുള്ള ദൈവമാണ്. പിശാചിന് കീഴടങ്ങിയത് നീയാണ്. നീ തന്നെ അവനിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ആ കീ നീ തന്നെ എടുക്കണം. നീയാണ് അധികാരം തിരിച്ചു പിടിക്കേണ്ടിയിരിക്കുന്നത്. അത് നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പിശാചിനെ പരാജയപ്പെടുത്തി അവന്റെ കഥ കഴിഞ്ഞു. പിന്നെന്തിനാണ് ഇവൻ ലോകത്തിൽ ഇപ്പോഴും കറങ്ങുന്നത്? വീണ്ടും എന്തിനാണ് അവൻ ലോകത്തിൽ അധികാരം കാണിക്കുന്നത്? ഈ ലോകത്തിന്റെ അധികാരി ആരാണ്? അറിയാവുന്നവർ പറയുക. ലോകാധികാരി ആരാണ്? ഈ ലോകത്തിൽ വാണുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരാണ്? അവന്റെ അധികാരവും ശക്തിയും ഇപ്പോഴും മാറ്റിയിട്ടില്ലേ? എന്താണ്, ഇവിടെ ഇലക്ഷൻ ഒന്നുമില്ലേ? അവന് ഇലക്ഷൻസ് ഒന്നുമില്ലേ? അവൻ പരാജയപ്പെടില്ലേ? അവൻ എത്രത്തോളം ദുഷ്ടത ചെയ്താലും, അനീതി ചെയ്താലും, അന്യായം പ്രവർത്തിച്ചാലും, എത്ര വലിയ ക്രൂരത ചെയ്താലും, എത്ര പേരെ കൊന്നാലും, എന്തുകൊണ്ടാണ് അവന്റെ പവർ കുറയാത്തത്? എന്താണ്? അവന് ശക്തി കൊടുത്തത് ആരാണ്? ഇന്ന് വേണമെങ്കിൽ പിശാചിനെ ദൈവത്തിന് ബന്ധിച്ചു കളയാൻ കഴിയും. എന്നാൽ എത്ര പേർ പിശാചിനെ അനുഗമിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? എത്ര പേർ അവന്റെ കരങ്ങളിലായിരിക്കുന്നു, അവന്റെ ബന്ധനത്തിലായിരിക്കുന്നു? എത്ര ആളുകൾ പിശാചിനെ അനുസരിക്കുന്നുണ്ടെന്നറിയാമോ? ദൈവം പിശാചിനെ ബന്ധിച്ച് അഗ്നി നരകത്തിലേക്ക് തള്ളിയിടുകയാണെങ്കിൽ അവന്റെ കൂടെയുള്ള എല്ലാവരും നരകത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് കർത്താവ് താമസിക്കുന്നത്. എൻ്റെ സ്നേഹ സുവിശേഷം പ്രസംഗിക്കുക, എൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടെന്നും അവർക്ക് നിത്യജീവനുണ്ടെന്നും പ്രസംഗിക്കുക. എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് പിശാചിന്റെ കൈകളിൽ നിന്ന് അവരെ വിടുവിക്കുക. കള്ളന്മാരെ, വ്യഭിചാരികളെ, മദ്യപാനികളെ, ദുഷ്ടന്മാരെ, ക്രൂരന്മാരെ, ധനമോഹമുള്ള വ്യക്തികളെ എല്ലാം നിങ്ങൾ വിടുവിക്കുക. യേശുവിന്റെ സ്നേഹ സുവിശേഷത്തിന് മാത്രമേ ഒരു വ്യക്തിയെ വിടുവിക്കുവാൻ കഴിയൂ. അതുകൊണ്ടാണ് സുവിശേഷ പ്രസംഗങ്ങൾ, TV ശുശ്രൂഷകൾ നടക്കുന്നത്. എന്നാൽ എത്ര സുവിശേഷകർക്ക്, എത്ര ഉപദേശകന്മാർക്ക്, അതുപോലെ എത്രയോ ദൈവദാസന്മാർ ഇന്ന് പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു, ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. അവന്റെ വചനമയച്ചവരെ വിടുവിക്കുമെന്ന് പറയുന്നു. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാളാകുന്ന വചനം കൊണ്ട് പിശാചിനെ നാം നേരിടണം. ഈ ദിവസം ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ കൂടി ലോകത്തെ വെടിവെക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ കൂട്ടം നിലനിന്നാൽ മതി, അവരിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവത്തിന് കഴിയും. പിശാചിന്റെ കയ്യിൽ നിന്ന് മനുഷ്യരെ വിടുവിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, ഞാൻ വേഗം വരുമെന്ന്. എന്നാൽ കർത്താവ് ഇതുവരെയും വന്നില്ല. കാരണം എന്താണ്? ഒരു മനുഷ്യനും നശിച്ചു പോകുവാൻ പാടില്ല. എല്ലാ വ്യക്തികളും കർത്താവിന്റെ സുവിശേഷം കേൾക്കണം. ഇത്രയും സുവിശേഷ പ്രചരണങ്ങൾ നടന്നു കഴിഞ്ഞിട്ടും ഇപ്പോഴും ലോകത്തിലൊരു ബില്യൺ പീപ്പിൾസ്, മില്യൺ അല്ല, ബില്യൺ പീപ്പിൾസ്, അത്രയും ആളുകൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു തവണ പോലും കേൾക്കാത്തതായ ആളുകൾ ഇന്നുണ്ട്. ഒരു തവണ പോലും കേൾക്കാത്തവർ. ലോകത്തിന്റെ ജനസംഖ്യയുടെ 1/3 യേശുക്രിസ്തുവിനെ കേട്ടിട്ടും അവനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാത്തതായ ആളുകളാണ്. അതിന് തക്കവണ്ണം അവരിലേക്ക് ഇന്ന് സുവിശേഷം എത്തപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യമാണ്. നാം സുവിശേഷം അറിയിക്കുന്നു, അറിയിച്ച ഇടങ്ങളിൽ തന്നെ വീണ്ടും പറയുന്നു. സുവിശേഷ പ്രവർത്തനം ചെയ്ത ഇടങ്ങളിൽ വീണ്ടും ചെയ്യുന്നു, ചർച്ചകൾ അവിടെ തന്നെ പണിയുന്നു. എന്നാൽ സുവിശേഷം എത്താത്ത ഇടങ്ങളിലേക്ക് നിങ്ങൾ പോകണം. 2004 ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് TV ശുശ്രൂഷയെക്കുറിച്ച് ദൈവം എനിക്ക് ആലോചന നൽകുവാൻ ഇടയായത്. അങ്ങനെ 2004 ആദ്യമായിട്ട് തേജ TVയിൽ ഞാൻ എൻ്റെ ശുശ്രൂഷ ആദ്യമായിട്ട് കാൽവറി ദർശനം പ്രോഗ്രാമിൽ കൂടി ചെയ്യുവാൻ ഇടയായി. 2004 അത്. ഇപ്പോൾ നോക്കുമ്പോൾ 10 വർഷങ്ങളിൽ കൂടുതലായി. ഇപ്പോൾ 7 ചാനലുകളിൽ വിവിധ ഭാഷകളിൽ ദൈവത്തിന്റെ സുവിശേഷം എല്ലാ ദിവസവും എനിക്ക് അറിയിക്കുവാൻ കഴിയുന്നു. കഴിഞ്ഞ വർഷം ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ദൈവം ഇങ്ങനെയൊരു ദർശനം എനിക്ക് നൽകി. ഏകദേശം 10 വർഷമായിട്ട് 7 ചാനലുകളായിട്ട് കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് സുവിശേഷം എത്തിച്ചു. അത് ആന്ധ്രയിൽ മാത്രമാണ്. ഭാരതത്തിൽ ഏകദേശം 120 കോടി ജനങ്ങളുണ്ട്. അവരുടെ കാര്യം എന്താണ്? നമ്മുടെ ഭാരതത്തിൽ നോക്കുമ്പോൾ ഏകദേശം 45 കോടി ജനങ്ങൾ ഹിന്ദി അറിയാവുന്നവരുണ്ട്. അവരുടെ കാര്യങ്ങൾ എന്താവും? അവരുടെ കാര്യം എന്താകും? അങ്ങനെ കർത്താവ് നൽകിയ ദർശനം അനുസരിച്ചുകൊണ്ട് ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ ശുഭ സന്ദേശ് എന്ന ചാനലിൽ കൂടി എല്ലാ ദിവസവും ഹിന്ദി പ്രോഗ്രാമുകൾ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അനേകയിടങ്ങളിൽ നിന്ന്, പൂനെയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, കാശ്മീരിൽ നിന്ന്, പഞ്ചാബിൽ നിന്ന്, ഒറീസയിൽ നിന്ന്, കടക്കിൽ നിന്ന്, കൊൽക്കത്തയിൽ നിന്ന്, അവിടെ നിന്നുള്ളതായ ആളുകൾ. കുറച്ചേ ഫോൺ കോളുകൾ വരാറുള്ളൂ. എന്നാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. പലവിധമായ പ്രശ്നത്തിൽ ആയിരിക്കുന്നതായ വ്യക്തികൾ
അവർ ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഹിന്ദി സംസാരിക്കാൻ അറിയില്ല. ഒരു റെക്കോർഡഡ് ഫോൺ കൊടുത്തിട്ട് ഒരു സഹോദരൻ അവരോട് ഹിന്ദിയിൽ സംസാരിക്കും. അതിനുശേഷം ഞാൻ കേട്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അവർ എത്രയോ ദാഹത്തോടു കൂടിയായിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ വചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. അവരുടെ ഈ ആഗ്രഹങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നു ഇന്ന് നമ്മുടെ വിശ്വാസം എത്രയോ വിജയമാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ അറിയാത്ത വ്യക്തിയുടെ അടുക്കലേക്ക് നാം പോകേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ഒരുപാട് ദൈവത്തിൽ വിശ്വസിക്കുവാനിടയായി. എനിക്ക് പുതിയ വാഹനം കിട്ടും, അതിനുവേണ്ടി ഞാൻ വിശ്വസിച്ചു. എനിക്ക് പുതിയ വീട് കിട്ടുന്നതിന് വേണ്ടി വിശ്വസിച്ചു. ഞാൻ വിശ്വസിച്ചു എൻ്റെ മകൻ അമേരിക്കയിൽ പോകാൻ വേണ്ടി വിസ ലഭിക്കുമെന്ന്. അതെന്തോ സ്വർഗത്തിൽ പോകാൻ വിസ കിട്ടുന്നത് പോലെയാണ് ഇവരുടെ പറച്ചിൽ. എന്താണെന്നറിയില്ല. ഞാനും 2 തവണ അവിടെ പോയിട്ട് വന്നതാണ്. അവിടെയൊന്നുമില്ല. ഇവിടെ എന്താണോ ഉള്ളത് അതുപോലെ തന്നെയാണ്. എന്നാൽ ഒരു കാലത്ത് അമേരിക്ക വളരെ ഉന്നത സ്ഥിതിയിലായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. റോഡിൽ ഭിക്ഷയാചിക്കുന്ന ആളുകളെയും അവിടെ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. റോഡിൽ ഭിക്ഷയാചിച്ചു നടക്കുന്ന ഒരു വ്യക്തിയെ കാണുവാനിടയായി. എനിക്ക് എന്തെങ്കിലും തരണമേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണെന്നറിയത്തില്ല. ഇന്ന് ഉള്ള മനുഷ്യർക്ക് ലോകത്തിൽ പേര് സമ്പാദിക്കണം, ലോകത്തിൽ അങ്ങോട്ട് പോകണം, വിദേശ രാജ്യങ്ങളിൽ പോകണം, പണം സമ്പാദിക്കണം, ഒരുപാട് സമ്പാദിച്ചു കൂട്ടണം എന്നുള്ള ആശയല്ലാതെ യേശുവിനെക്കുറിച്ച് അറിയാത്ത ഇടങ്ങളിലേക്ക് ചെന്നിട്ട് അവൻ്റെ സുവിശേഷം അറിയിക്കണം എന്നുള്ള ആഗ്രഹമില്ല. ഇന്ന് വിശ്വാസത്തിൽ കൂടി രോഗികൾ സൗഖ്യം പ്രാപിക്കും, പിശാചുകൾ ഓടും. അതുപോലെ മനുഷ്യന് അസാധ്യമായിരിക്കുന്നതായ സംഭവങ്ങൾ ദൈവം നടത്തും. അത് സത്യമാണ്. അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രം നാം നിൽക്കുവാൻ പാടില്ല. അതുകൊണ്ട് തൃപ്തിയാകാൻ പാടില്ല. നാം മുൻപോട്ട് പോകേണ്ടതാണ്. നിന്റെ വിശ്വാസത്തിൽ കർത്താവിന്റെ അടുക്കൽ ഒരിക്കൽ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. വിശ്വാസത്തിന് എന്താണ് സംഭവിക്കേണ്ടത്? വിശ്വാസത്തിന് വർധനവുണ്ടാകണം. ചില ലൈറ്റുകൾ ഇപ്പോഴുണ്ട്, അതിന് വോളിയം കൺട്രോൾ പോലെ ഉള്ളതായ കൺട്രോൾ ഉണ്ട്. അതിന് 0 വാട്ടാക്കാം, അതുപോലെ 1000 വാട്ടുമാക്കാൻ കഴിയുന്നതാണ്. നിന്റെ വിശ്വാസം 0 വാട്ടിലാണോ ഉള്ളത്? വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും. എന്നാൽ എത്രയുണ്ട്? അത് വർദ്ധിക്കണം. നിന്റെ വിശ്വാസം പരിപൂർണമാകണം. തുടക്ക സമയങ്ങളിൽ യേശുവിൽ വിശ്വസിക്കുവാൻ വേണ്ടി നിനക്ക് ഒരു ഒന്നാമത്തെ പടി ആവശ്യമാണ്. ഒരു അത്ഭുതം ആവശ്യമായിരുന്നു, ഒരു സൗഖ്യം ആവശ്യമായിരുന്നു, ഒരു അടയാളം ആവശ്യമായിരുന്നു. എങ്കിൽ മാത്രമേ നീ വിശ്വസിക്കുകയുള്ളായിരുന്നു. എന്നാൽ നീ വിശ്വസിച്ചതിന് ശേഷമായിട്ട്, വിശ്വാസിയായതിനു ശേഷം എപ്പോഴും വീട്ടിൽ 0 വാട്ടിന്റെ ബൾബ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ എന്ത് ജോലി ചെയ്യാൻ കഴിയും? എപ്പോഴും 0 വാട്ടിലാണെങ്കിൽ എന്താണ്? വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എപ്പോഴും ചില ഗ്രാമപ്രദേശങ്ങളിൽ വോൾട്ടേജ് ഇല്ലാത്തതായ സ്ഥലങ്ങളിൽ ബൾബ്, എന്താണ് അതിന്റെ അവസ്ഥ? വോൾട്ടേജ് ഡൗൺ ആകുന്നു. ഇന്ന് അനേകം വിശ്വാസികളുണ്ട്. എന്നാൽ വിശ്വാസികൾക്കുള്ളതായ പ്രശ്നം എന്താണെന്ന് നാം ചോദിക്കുകയാണെങ്കിൽ എല്ലാ വിശ്വാസികളെയും ബാധിച്ചിരിക്കുന്ന കാര്യം എന്താണ്? വോൾട്ടേജ് ഡൗൺ. വോൾട്ടേജ് ഡൗൺ ആകുമ്പോൾ എന്താണ്? പതിയെ മങ്ങി കത്തിക്കൊണ്ടിരിക്കും. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെയാണ്. ആ ഫാൻ നോക്കിയാണെങ്കിൽ ഇങ്ങനെ പതിയെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. തിരിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തിരിയുന്നുണ്ട്. അതുപോലെയാണ് ഇന്ന് നമ്മുടെ പലരുടെയും വിശ്വാസമായിരിക്കുന്നത്. ഈ ദിവസം കർത്താവ് നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. തലകളെ വണക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിനക്കിപ്പോൾ പേരിന് മാത്രമുള്ളതായ ഒരു വിശ്വാസമാണോ ഉണ്ടായിരിക്കുന്നത്? സ്വാർത്ഥതയ്ക്ക് വേണ്ടി നടക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. അതാണോ വിശ്വാസമെന്ന് വിചാരിക്കുന്നത്? അതോ ദൈവമുണ്ടെന്നും സ്വർഗീയ രാജ്യമുണ്ടെന്നും കർത്താവിന് വേണ്ടി ലോകത്ത് സാക്ഷിയായിട്ട് ജീവിക്കുന്നത് വലിയ ഭാഗ്യമാണെന്നും എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നും അവൻ്റെ മക്കളുമായിട്ട് കഷ്ടത അനുഭവിക്കുന്നത് നല്ലതാണെന്നും കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുന്നത് അനുഗ്രഹമാണെന്നും എന്തെല്ലാം പരീക്ഷകളിൽ കൂടി കടന്നുപോയാലും കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ഒരു ദൈവം എനിക്കുണ്ട് എന്നും വിശ്വസിക്കുന്നുണ്ടോ? ഒരു നിമിഷം പരിശോധിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, നിന്റെ നാമത്തിൽ കടന്നു വന്ന ഞങ്ങളെ നീ ദർശിക്കണമേ, ഞങ്ങളെ നീ നോക്കണമേ. ഞങ്ങൾ വിശ്വാസികളാണെന്നുള്ള സംതൃപ്തിയോടെ ആയിരിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവിശ്വാസം കൂടുകെട്ടിയിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വിശ്വാസം പലപ്പോഴും മങ്ങിപ്പോകുന്നതാണ്. ഇന്ന് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ലോകത്തെ ജയിക്കാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. പിശാചിനെ ജയിക്കാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ആ സ്വർഗീയ സിംഹാസനത്തെ കാണുവാൻ കഴിയുന്ന വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ അപ്പാ. ജയിച്ചവന് കൊടുക്കുന്നതായ ആ സ്വർഗീയ മഹത്വത്തെ കാണുവാനുള്ളതായ ആശ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. സിംഹാസനത്തിൽ നിന്നോടൊപ്പം ഞങ്ങളെ ഇരുത്തുമെന്നുള്ളതായ വചനം എത്രയോ വാസ്തവമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് ഈ ലോകത്തെ ചപ്പെന്നും ചവർന്നും എണ്ണുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
ഈ ലോകത്തെയോ ലോകത്തിൽ ഉള്ളതിനെയോ സ്നേഹിക്കാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ദൈവം ശില്പിയായിട്ട് നിർമ്മിച്ചിരിക്കുന്നതായ ആ നിത്യ പട്ടണത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാകാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങൾ ഈ ലോകത്തിനുള്ളവരല്ല എന്നും ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിൽ ആകുന്നുവെന്നും വിശ്വസിക്കുവാൻ ഞങ്ങളെ എല്ലാം സഹായിച്ചാട്ടെ. ഈ ലോകത്ത് ഞങ്ങൾ യാത്രക്കാരായി പ്രയാണം ചെയ്യുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നിന്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാ വ്യക്തികളെയും നീ ദർശിക്കണമേ. എനിക്കൊരു വിടുതലില്ലേ? എനിക്കൊരു സൗഖ്യം ലഭിക്കില്ലേ? എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സമൃദ്ധി ഉണ്ടാകില്ലേ? എൻ്റെ മകൻ മാനസാന്തരപ്പെടില്ലേ? എൻ്റെ കുടുംബം വിടുവിക്കപ്പെടില്ലേ? എൻ്റെ ഭർത്താവ് മദ്യപാനം ഉപേക്ഷിക്കുകയില്ലേ? എത്രയോ കാലമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കില്ലേ? ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ നീ നോക്കണമേ. അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അത്ഭുത കാര്യങ്ങൾ നടത്തണമേ. ഇന്നിവിടെ ആരെങ്കിലും മദ്യപാനിയായിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ദുർനടപ്പെന്ന പാപത്തിന് അടിമപ്പെട്ട് എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ ബാധിച്ച് ആരോടും പറയാൻ പോലും കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര വലിയ അത്ഭുതം നടന്നുവെന്ന് ആ സഹോദരൻ അനുഭവിക്കുവാൻ വേണ്ടി നീ സഹായിക്കണമേ. നിന്റെ ഹിതപ്രകാരം ജീവിക്കുന്ന വ്യക്തികളായിട്ട് ഞങ്ങളെ എല്ലാവരെയും മാറ്റിയെടുത്ത് നിന്റെ രാജ്യത്ത് വലിയ ആളുകളാകാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ചതായ സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.